നമ്മുടെ ഫാദിയ ഇസ്മായിലാണ്. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനക്കേ നമോ നമോ. അങ്ങനെ പറയുമ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, എൻ്റെ ഫാമിലിയാണ് എന്നെ പാട്ട് പഠിപ്പിച്ചത്. ജബരിയതിനാൽ സ്വബരാലൊളിപശിയതിനാൽ മദിനിശതരുളിൻ മിഹ്റജനരുളിൻ മനിതൻ വിനുതൻ മണിക്കാരുണ്യ പൊരുളാ. അതുപോലെ ഒരു വലിയ ഡ്രീമാണ് ദുബായില്. വേടന്റെ ഒക്കെ വരവിനൊക്കെ എങ്ങനെയാ കാണുന്ന ഫാദിയനെ പോലത്തെ സിംഗേഴ്സ്? ഹിജാബ് ഇങ്ങനെ വിവാദങ്ങൾ സംഭവങ്ങൾ അതൊന്നും ബാധിക്കാറൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു പ്രിയപ്പെട്ടവരെ, ഇന്ന് പാട്ടും വർത്തമാനവും തമാശയൊക്കെ ആയിട്ട് നമ്മുടെ ന്യൂ ജനറേഷനിൽ നല്ല ശബ്ദം കൊണ്ടും നല്ല സ്വഭാവം കൊണ്ടും നേരത്തെ പട്ടുറുമാൽ എന്ന് പറയുന്ന ജനകീയ റിയാലിറ്റി ഷോയിൽ തിളങ്ങി നിന്നിരുന്ന നമ്മുടെ ഫാദിയ ഇസ്മായിലാണ് നമ്മുടെ കൂടെയുള്ളത്. ഫാദിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പ്രകാശം പരത്തിയും ചിരിച്ചും കളിതമാശ പറഞ്ഞും പാട്ടുപാടുന്ന ഒരു കുട്ടിയാണ്. റംല ബീഗത്തിൻ്റെ പാട്ട് പറഞ്ഞാലും വിളയിൽ ഫസീലത്താൻ്റെ പാട്ട് പറഞ്ഞാലും പാടും, ഗസലും പാടും, എല്ലാ പാട്ടുകളും വഴങ്ങുന്ന തൊണ്ടയാണ്. അതിലും എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത്, ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ വീട് നിൽക്കുന്ന പരിസരം നമ്മുടെ പ്രിയപ്പെട്ട മാപ്പിളപ്പാട്ടിൻ്റെ സുൽത്താൻ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സംഗീതത്തിൻ്റെ താളത്തിനൊപ്പം വലിയ സ്നേഹം നിറച്ചു പോയ ഇരിഞ്ഞോളി മൂസക്കയുടെ നാട്ടിലാണ്. മൂസക്കയുടെ തറവാട്ടിനടുത്താണ് ഫാദിയ താമസിക്കുന്നത്. ആ മനോഹരമായ ശബ്ദം മലയാളി കേട്ടും എടുത്തിട്ടില്ല. ഫാദിയ ഇപ്പം എവിടെയാണ് പഠനം? ഇപ്പൊ ഞാൻ എറണാകുളത്താണ് പഠിക്കുന്നത്, SH കോളേജിൽ. ഇവിടെ എവിടെയായിരുന്നു? ഇവിടെ ആദ്യം സേതാർവള്ളി ആയിരുന്നു, തലശ്ശേരി സേതാർവള്ളി ലൈക്ക് ടൗണിൽ തന്നെ. ഇപ്പൊ ഇവിടെ എറണാകുളപ്പാലം. കുട്ടിക്കാലത്ത് പഠിച്ചൊക്കെ എവിടത്തെയാ? കുട്ടിക്കാലത്തും ഞാനൊരു 4 മാസം എന്തോ ജനിച്ച് 4 മാസം ആയപ്പോ തന്നെ തലശ്ശേരിയിൽ വന്നാണ്. ജനിച്ചത് മലപ്പുറം പാലക്കാട് ബോർഡർ അലനല്ലൂർ എന്ന് പറയും. ഉപ്പാന്റെ വീട് കണ്ണൂർ, ഉമ്മാന്റെ വീട് മലപ്പുറം. അപ്പൊ 2 ഭാഷയും കൂടെ 2 സംസാരം. അവിടെ പോയി ഞാൻ അവിടുത്തെ ഭാഷ, ഇവിടെ വന്ന് ഞാൻ ഇവിടുത്തെ ഭാഷ. കുട്ടിക്കാലത്തെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ തലശ്ശേരിയാണ്? അത് തലശ്ശേരി മമ്പറത്താ പഠിച്ചത്, ഇന്ദിരാഗാന്ധി. അപ്പൊ നേരത്തെ പാലക്കാട് നിങ്ങൾ പോന്നു, ഇങ്ങോട്ട് പോന്നു. അപ്പൊ ഫാദിയ, പിന്നെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട റംലത്താന്റെ ഒരു പാട്ടില് ഒരു പല്ലവേ പാടി ബിലാല് റംല ബീഗത്തിന്റെ അല്ലേ? അതും ഉണ്ട്. പിന്നെ ഞാൻ പട്ടുറുമാലിൽ പാടിയൊരു പാട്ടുണ്ട്, അത് 1 മില്യൺ ഒക്കെ അടിച്ചു. പാടിക്കൊന്നാലി. നടക്കുന്നേ ഉമ്മുൽ ഖുറാവിൽ അണയും മൂണ്ട് ദിനം മുന്നേ തെളിവർ നബി കമ്മത്തായ ആതിക ഉമ്മതാൻ തേരെ തുയിൽ തന്നിൽ കണ്ടാലേക മനമോദാ. അതാണ് 4 വരി. അത് ഭയങ്കര, ഇപ്പൊ ഓരോ പരിപാടിക്ക് പോകുമ്പോഴും ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഈ പാട്ട് പാടാൻ വേണ്ടിട്ട്. ഈ പിന്നെ ഓർക്കസ്ട്ര ടീമിന്റെ ഇപ്പൊ ഓർക്കസ്ട്ര ഒക്കെ നമ്മുടെ ഗാനമേള ടീമൊക്കെ മലബാറിൽ സജീവമാണ്. ഇപ്പൊ കേരളത്തിൽ പൊതുവെ ആരൊക്കെ കൂടെയൊക്കെ പോയിട്ടുണ്ട്? നമ്മുടെ കമറുക്ക, നമ്മുടെ ഓർക്കസ്ട്ര. ഇപ്പോ നമ്മളോട് വിട പറഞ്ഞ സമീർ മൂപ്പരെ ഒക്കെ ഭയങ്കര സങ്കടമായി പോയി. മൂപ്പരൊക്കെ അത്രയും, ഞാൻ ചെറുപ്പം മുതൽ തന്നെ ആദ്യമായിട്ട് തന്നെ ഒരു പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നത് മൂപ്പരായിരുന്നു. സമീർ ഖാന്റെ മരണം വല്ലാതെ മനസ്സിനെ വേദനിപ്പിച്ചു അല്ലേ? സമീർ ഖാൻ നമ്മളെ കൂടെ എന്റെ കുപ്പിവള റിയാലിറ്റി ഷോയിലൊക്കെ ഉണ്ടായിരുന്നു. സമീർ ഖാൻ ഒരുപാട് ചാൻസ് ഒക്കെ തന്നിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട്. സമീർ ഖാൻ അങ്ങനെ ചില ആളുകൾ നമ്മളിൽ നിന്ന് വേഗം വിട്ടുപോകും. ഞാനിപ്പോഴും ആ വാട്സപ്പ് നമ്മള് മെസ്സേജ് ഒക്കെ നോക്കുമ്പോ പരിപാടി ഉണ്ട് ഫാദിയ ഫ്രീ ലൈക്ക് എന്തോ അതിങ്ങനെ കാണുമ്പോ ഒരു സങ്കട, ഓരോ പരിപാടിക്ക് വിളിക്കുന്നതും. കുടുംബത്തില് ഇപ്പൊ ഉപ്പാന്റെ പേര് ഇസ്മായിൽ സാഹിബ് അല്ലേ?
മൂത്ത പിന്നെ ഏച്ചിന്റെ പേരെന്താ? ഫർഷിദ. ഏട്ടന്റെ പേരെന്താ? ഹാഷിർ. ഉമ്മാന്റെ പേര് ഹസീന. എൻ്റെ ഭാര്യന്റെ പേരാണ് സീന. അപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നോ പാട്ടിന്റെ വഴികളിൽ യാത്ര ചെയ്യാൻ, പാട്ട് പഠിക്കാൻ? അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മളെ ഒരു മുസ്ലിം സമുദായത്തിനകത്ത് ഇപ്പം നമ്മളൊക്കെ നേരിടുന്നൊരു പ്രശ്നമുണ്ടല്ലോ, കലാകാരന്മാർ നേരിടുന്ന ഒരു പ്രശ്നം, പാട്ട് അങ്ങനെ പാട്ടും കൂത്തും എന്നെല്ലാം പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും കുടുംബത്തിലുണ്ടോ? പാട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ പറയുമ്പോ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഇപ്പൊ ഒരു പെൺകുട്ടിനെ സംബന്ധിച്ച് നല്ല പ്രശ്നമാണ് പാട്ട് പാടുന്നത്. എൻ്റെ ഫാമിലിയാണ് എന്നെ പാട്ട് പഠിപ്പിച്ചത്. ഉമ്മാന്റെ 3 ആങ്ങളമാരുണ്ട്. അവരുടെ കൂടെ ചെറുപ്പം മുതലേ മാപ്പിളപ്പാട്ട് പാടും. ഉമ്മാന്റെ വീട്ടിൽ പോയാൽ നല്ല രസാ. യാസീൻ, നദീർ, പിന്നെ പാടുന്നത് രണ്ടുപേരാണ് കൂടുതലായിട്ട് പാടുന്നത്. യാസീൻ കാക്ക, നദീർ കാക്ക. ഇവരുടെ കൂടെ ഇരുന്ന് മാപ്പിളപ്പാട്ട് പാടിക്കൊണ്ടിരിക്കും. ഓരോ പാട്ട്, പുതിയ പുതിയ പാട്ട്. ഇപ്പൊ നേരത്തെ പാടിയ റംലത്താന്റെ പാട്ടുകള്, ഷെരീഫ് ഖാന്റെ പാട്ടുകള്, അവര് കരോക്കെ വെക്കും, പാതി പാടിക്കോന്ന് പറയും, അപ്പൊ ഞാൻ പാടും. അങ്ങനെ ആ ഫാമിലിയിൽ നിന്നാണ് എനിക്ക് പാട്ട് കിട്ടുന്നത്. അപ്പോ ഈ വേറെ ഓരോ കുട്ടികള് പാട്ട് പാടാണ്ട് വീട്ടിലിരിക്കുമ്പോ ഉപ്പ വിടുന്നില്ല പാടാൻ, ഉമ്മ വിടുന്നില്ല എന്ന് പറയുമ്പോ ഞാനിത് ആലോചിക്കാം. ഉപ്പ ആയിക്കോട്ടെ, ഉപ്പ നല്ല അടിപൊളി പാടും, ഉമ്മയും തന്നെ വീട്ടിൽ നിന്ന് വെറുതെ മൂളിപ്പാട്ട് പാടും. ഞാനും ഉപ്പയും കൂടി പട്ടുറുമാലൊരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. ഫാമിലിയാണ് എന്റെ എല്ലാം. അവരില്ലെങ്കിൽ ഞാനിന്ന് പാട്ട് പാടൂല. സപ്പോർട്ടിങ്, നല്ല സപ്പോർട്ടിങ്, എനർജിയാണ്. പിന്നെ ഉമ്മാന്റെ കുടുംബം. അദ്ദേഹത്തിന്റെ പേരെന്താ പറഞ്ഞ? യാസീൻ. നല്ല പേരുമാണ്. നന്നായിട്ട് പാട്ടിനൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അല്ലാതെ നിൽക്കാൻ പറ്റില്ല. ഞാനെപ്പോഴും പാതിയെ ശ്രദ്ധിക്കുന്നത് ഈ ഷോകൾക്കൊക്കെ പോകുന്നുണ്ടല്ലോ. ഇപ്പം വിധു പ്രതാപിന്റെ കൂടെയൊക്കെ പോയിട്ടുണ്ട്, രഹനത്താന്റെ കൂടെയൊക്കെ പാടിയിട്ടുണ്ട്, പിന്നെ ആരുടെ കൂടെയൊക്കെ പാടിയിട്ടുണ്ട്? കണ്ണൂർ സീനത്താന്റെ കൂടെ, സീനത്താന്റെ കൂടെ ഒക്കെ പാടിയിട്ടുണ്ട്. അപ്പോഴും ഇപ്പൊ നമ്മളെ ഈ പുതിയ കാലത്ത് ഈ ഹിജാബ് ഇങ്ങനെ വിവാദങ്ങള്, സംഭവങ്ങള് അതൊന്നും ബാധിക്കാറൊന്നും ഇല്ലല്ലോ, ഒന്നും പറയാറൊന്നും ഇല്ലല്ലോ. ഞാൻ ഈ ഹിജാബ്, ഇപ്പൊ മുസ്ലിം സമുദായം ഹിജാബ് അണിയണം ആ ഒരു രീതിയിലല്ല കാണുന്നത്. എനിക്കിത് കംഫർട്ടാണ്. ഫാദിയ എന്ന് പറയുമ്പോ ഫാദിയ ഷോൾ ഇടുന്നുണ്ട്, അത്രയും ആലോചിക്കുന്നുള്ളൂ. അല്ലാതെ ഇപ്പൊ ഹിജാബ് ഇടാത്തവരെ ഫാദിയ ഒരു ആശയത്തിന് പുറത്തല്ല. ഫാദിയയുടെ ഒരു നിലപാടിന്റെ, ഫാദിയ ഫ്രീ ആണ്, ഇതിടുമ്പോ വളരെ ഫ്രീ ആണ്. അതെ, നമ്മള് പൊതുവെ കലാകാരന്മാരും കലാകാരികളും സെക്യുലർ ആയിരിക്കണം അല്ലെ. നമ്മൾ ഈ മതത്തിന്റെ പിന്നാലെ ഒന്നും പോലും, പക്ഷെ നമുക്ക് വിശ്വാസം ഉണ്ടാവണം. കുട്ടിക്കാലത്തെ ഈ സ്കൂളുകളിൽ, മദ്രസയിൽ ഏതെങ്കിലും ഒരു സഹപാഠി, കൂട്ടുകാരി, ഒരു പാട്ടുകാരിന് ഓർമ്മ ഉണ്ടോ? പിന്നെ പേരോർക്കോ? പിന്നെന്തായാലും റിംസാനിഹ. നമ്മള് 3 പേര് മദ്രസയിലിരുന്ന് ഇങ്ങനെ ഉസ്താദ് പോകുന്ന സമയത്തൊക്കെ ഇതിപ്പോ മൗലൂദ്, മറ്റേ മൗലായ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം മുഹമ്മദു സയ്യിദുൽ ഖൗനൈനി വസഖലി മുഹമ്മദു സയ്യിദുൽ ഖൗനൈനി വസഖലി هو الفريقين من عرب ومن نجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഫാദിയ, ഞാനേ നമ്മളിപ്പം ഒരുപാട് റിയാലിറ്റി ഷോ ഒക്കെ ചെയ്തു വരുന്ന ഒരു കൂട്ടത്തിലുള്ള ആളുകളാണ് ഞാനൊക്കെ. നമ്മൾ ഈ പുതിയ സിംഗേഴ്സിനൊക്കെ ഈ ഭാഷാശുദ്ധിയുടെ ഒരു പ്രശ്നമുണ്ട് പാടുമ്പോൾ. പക്ഷേ അറബി പാട്ടുകള്, ഈ നമ്മളെ ഈ മദ്ഹ് ഗാനങ്ങളൊക്കെ പാടുമ്പോൾ ശരിക്ക് കറക്റ്റ് വരൂല. പക്ഷെ ഫാദിയ വരൊക്കെ ഖുറാനൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഖുറാൻ പഠിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ് വരെ മദ്രസയിൽ പോയി ഖുറാനും അങ്ങനെ കൊണ്ടുപോകാറുണ്ട് എപ്പോഴും. അതെ. അപ്പൊ അത് കറക്റ്റ്. അപ്പൊ പാടി ബിലാലൊന്ന് പാടിയാലോ? ഇതൊക്കെ കൂടെ പാടും. ഞാൻ പാടില്ല, നീ പാടിക്കോ. പല്ലവി പാടിയാ മതി. പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൻ തേനിശല് കാടിളകും കുഫിർ കൂട്ടത്തില് പുണ്യ കലിമ തുറപ്പിച്ച പൂങ്കരള്. പാടി ബിലാൽ എന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൻ തേനിശല് കാടിളകും കുഫിർ കൂട്ടത്തില് പുണ്യ കലിമ തുറപ്പിച്ച പൂങ്കരള്. ഫാദിയ എന്ന പാട്ടുകാരിന ഒരുപക്ഷെ മലബാറിലെ ആളുകൾ പൊതുവെ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അറിഞ്ഞത് പട്ടുറുമാൽ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ ഞാനാണ് തുടങ്ങി വെച്ച ഒരു ഷോ ആണത്. പിന്നീട് കുറെ സിംഗേഴ്സൊക്കെ അതിൽ വന്നു. ഫാദിയ, കുറെ സിംഗേഴ്സ്, മലയാളത്തിലെ ഒട്ടുമിക്ക ആളുകളും പട്ടുറുമാൽ കയറി ഇറങ്ങി പോയവരാണ് അല്ലെ. മാപ്പിളപ്പാട്ടിന്റെ ഒരു ജനകീയമായ ഒരു സാധനം.
എങ്ങനെയായിരുന്നു അതിന്റെ ഒരു എൻട്രി ഒന്ന് ഓർമ്മിച്ചാ? പട്രുമലിന്റെ എൻട്രി എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് പഠിക്കുമ്പോ ആ ഈ ബോർഡ് എക്സാമിന്റെ ഒക്കെ തിരക്കാ. പഠിക്കണം, ഫുൾ A+ വേണം. ആ ഒരു കാലത്ത് 10ാം ക്ലാസ് പഠനവും വേണം. അതെ, ആ ഒരു സമയത്താണ്. ആ സമയത്തും ഈ പാടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പാടുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയയിൽ അപ്പൊ ഭയങ്കര എന്താ പറയാ ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ ഒരു ഏകദേശം 20,000 ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ മാത്രം. അല്ലാതെ വേറെ പുറത്തൊന്നും അങ്ങനെ പോയിട്ടില്ല. അപ്പൊ പെട്ടെന്നാണ് ഈ ഓഡീഷന്റെ സംഭവം. ഉമ്മക്ക് ആരും അയച്ചു കൊടുത്താണ്. ഉമ്മ ഇങ്ങനെ ഫാദിയ പട്രുമൽ വരുന്നുണ്ട്, ഒന്ന് ട്രൈ ചെയ്യുന്നു, ഓഡീഷൻ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഓക്കെ എന്നാ ട്രൈ ചെയ്യാന്നുള്ളതില് അതില് 3 പാട്ട് പാടണം. ഒരു ഫാസ്റ്റ് സോങ്ങും ഒരു മെലഡിയും പിന്നെ അങ്ങനെ 3 സോങ് പാടണം. അപ്പൊ ഞാൻ വെറുതെ കിട്ടൂല, മനസ്സിലുണ്ട് കിട്ടുന്നുണ്ടാവില്ല, പട്രുമലല്ലേ, ഇതിലൊക്കെ കിട്ടണമെങ്കിൽ എത്ര ഭാഗ്യം വേണം. അപ്പൊ ഞാൻ വെറുതെ ട്രൈ ചെയ്തു. ഫോണ് മുന്നിൽ വെച്ച് വെറുതെ 3 പാട്ട് പാടി അയച്ചു കൊടുത്തു. പിന്നെ ഒന്നുമില്ല. അത് ബ്ലൂടിക്കൊക്കെ വന്നു വാട്സപ്പിൽ. ഞാൻ മതി, കിട്ടൂലായിരിക്കും, ഞാൻ വിട്ടു. അങ്ങനെ 1 മാസം കഴിഞ്ഞു. ഞാനിതൊരു നവംബറിൽ അങ്ങനെ എന്തോ ആണ് അയക്കുന്നത്. ഞാനൊരു ഡിസംബർ ആ ഒരു സമയത്തൊക്കെ ആകുമ്പോ മെസ്സേജ് വന്നു, റിപ്ലൈ വന്നു. ഞാനിങ്ങനെ എന്തോ നമ്മൾ പുറത്തു പോയിരുന്ന സമയമായിരുന്നു. റിപ്ലൈ വന്നപ്പോ ഞാൻ ഉമ്മാന്ന് പറഞ്ഞിട്ട് ഓടി എവിടെയോ പുറത്ത്. അപ്പോ ഇങ്ങനെ നേരിട്ടിട്ട് ഓഡീഷന് വരണം, തിരൂര് വെച്ചിട്ടാണ്. അപ്പൊ ഫൈനൽ ഓഡീഷൻ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്നില്ലേ ഫൈനൽ ഓഡീഷനിൽ പോവാലോ. ആ ഒരു ഹാപ്പിനെസ്സിൽ ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു ഫൈനൽ ഓഡീഷനിലേക്ക് തിരൂരിലേക്ക് പോയി. അപ്പോഴും തന്നെ നമ്മുടെ കമറുക്കായിരുന്നു അവിടെ ഉണ്ടായത്. അപ്പൊ മൂപ്പരാണ് അവിടെ ഓഡീഷൻ ചെയ്യുന്നത്. ഞാനെപ്പോഴും എനിക്കെന്തോ ഒരു സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒന്നും ഓഡീഷനിൽ ഒത്തിരി പാട്ടുകാരൊക്കെ ഉണ്ടാവൂലേ, ഇഷ്ടം പോലെ. അവിടെ ജഡ്ജസ് ഉണ്ടാവും, പിന്നെ കുറെ അവിടെ ഒരു പാനൽ ഉണ്ട്, കമറൊക്കെ ഉണ്ട്, ഇതുപോലെ ഒരു ക്യാമറ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഡയറക്ടേഴ്സ് ഉണ്ട്, അതുപോലെ പ്രൊഡ്യൂസർ ഉണ്ട്. എങ്ങനെ കഴിച്ചലായി എനിക്കറിഞ്ഞു. അന്ന് പാടിയ ഏതെങ്കിലും പാട്ട് ഓർമ്മ ഉണ്ടോ? ഞാന് അന്ന് കലോത്സവത്തിന് ഫസ്റ്റ് കിട്ടിയിരുന്നു. അപ്പൊ ആ ഒരു പാട്ട്, ഏതാ പാട്ട്? മതിരകപ്പതി എന്ന് പാടിയാന്ന് പാടാം. മതിരകപ്പതി ഗുരുനബിയാർ ഹാമി മുണ്ടിൻ തളമിൽ മധുപന്നുക മതികൊതിയായി കാബ കൗസേനളവിൽ മതിയൊളിവും ചേർന്ന സിറാജിൽ പാശമായി മധുഹുടയോൻ തന്നെ രാജശലേശലായി മദിനബിയൊരു തുരകമിൽ ഒരരുടെ ഇസ്രായേലിൽ മണിമക്ക വിടുന്ന ജെറൂസലം പോകലായി മുത തിങ്കിടും ചുങ്കുട പൊങ്കുട മിൻപെത മദലിംഗം പുതിർ സന്ദർ കാഹലകിനമേത സലിടലായി ജിബ്രീൽ തൻ മൊഴിയതിനാൽ സ്വബറാൽ ഒളി വശിയതിനാൽ മദീനശ തരുളിൻ മിഹ്റാജ് നരുളിൻ മനിതൻ വിനുതൻ മണിക്കാരുണ്യ പൊരുളാ. ഈ പാട്ടാണ് ആദ്യമായിട്ട് പാടുന്നത്. ഇതാരാ രചിച്ചെന്നറിയോ? ഇത് അബൂട്ടി മാഷാണോ? അല്ല. ഇതിൽ സെലക്ഷൻ കിട്ടണമെങ്കിൽ ഇത് നല്ലൊരു പാട്ടാണ്, നല്ല പാട്ട്, ആത്മീയമായ ഒരു ഗംഭീരം. പക്ഷെ ഇത് കുറെ അതെ അതാ ഞാൻ പറഞ്ഞത്, മുസ്ലിം ഗുരുക്കളാണ്. അതാണ് മുസ്ലിം ഗുരുക്കൾ ഒരു ആത്മീയമായ ഒരു നിർവൃതിയിലെ ഒരു പാട്ടാണ്. ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടതിലെ ഒരു മനോഹാരിതയുണ്ട്. പാട്ട് സെലക്ട് ചെയ്യുന്നതിലും ഈ ജഡ്ജിങ് പാനലും ഡയറക്ഷൻ പാനലൊക്കെ നോക്കുമല്ലോ. പാട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, രേവത്താന്റെ കൂടെ പാടിയിട്ടുണ്ട് അല്ലേ? വിധു പ്രതാപൻ ഇപ്പൊ ഒരു കൈരളിന്റെ ഒരു ഇവന്റില് നമ്മൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. വിദേശയാത്ര ഒന്നും പോയിട്ടില്ല? ഇല്ല, യാത്ര പോയിട്ടുണ്ട്, പ്രോഗ്രാമായിട്ട് പോയിട്ടില്ല. ആരെ ഇഷ്ടപ്പെട്ട പാട്ടുകാരി അങ്ങനെ ഉണ്ടാവില്ല നമുക്കൊരു നമ്മളെ ജീവിതത്തിലേ നമുക്ക് സ്ട്രൈക്ക് ചെയ്ത? ഇപ്പൊ എനിക്ക് ഗസലില് അല്ലെങ്കിൽ ആരാ നല്ല സിംഗർ എന്നെ ഇഷ്ടപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ ഞാൻ പറയും മെഹദി ഹസൻ എന്നൊക്കെ പറയും. എനിക്ക് മെഹദി ഹസനാണ് എൻ്റെ പാട്ടിലെൻ്റെ. അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാവില്ലേ? എനിക്ക് അതിപ്പോ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടു അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറയാം, അങ്ങനെ ഒന്നും പ്രശ്നമില്ല. നമുക്കൊരു സിംഗർ, അത് നമ്മളൊരു തോട്ടാണ്. നമുക്കൊരു സിംഗറെ ഇപ്പൊ ഞാൻ മെഹദി ഹസൻ മറ്റേ ഗുലാമലി വെറുപ്പ് പിടിക്കുമോ അങ്ങനെയൊന്നും വേണ്ട. നീ ഒരു പാട്ടുകാരിയാ, നിന്നെ സ്വാധീനിച്ചപ്പോ പിന്നെ രഹനന്റെ പേര് പറഞ്ഞാൽ കണ്ണൂർ സീനത്ത് എന്നോട് മിണ്ടൂലാലോ, അതൊക്കെ കെട്ട കാലത്തേക്ക് പോകണ്ട. നമ്മള് ആരാ ഇഷ്ടപ്പെട്ട സിംഗർ? അങ്ങനെ ചോദിക്കുമ്പോ രഹനത്താന്റെ പാട്ട്. അതെ, രഹനത്താന്റെ പാട്ട് അതേപോലെ റംലത്താന. ഇപ്പൊ ഒരാളെ പറയുമ്പോ മറ്റുള്ളവരിലേക്ക് അവരും ചെയ്തു വെച്ച പാട്ടുകളും എന്തോ അങ്ങനെ ഫേവറേറ്റ് ആയിട്ട് എല്ലാരും ഇഷ്ടമാണ്. എല്ലാരും ബാബുഖാന്റെ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? പാടാറുണ്ട്. പട്രുമല്ലും പാടിയിട്ടുണ്ട്. ബാബുരാജിന്റെ പാട്ട് കേൾക്കാറുണ്ട് അല്ലേ?
ഈ കണ്ണൂരിൽ തന്നെ ഒരുപാട് നല്ല പ്രഗത്ഭരായ സിംഗേഴ്സ് ഉണ്ട് അല്ലേ? ഒരുപാട് പുതിയ തലമുറയിലും പഴയ തലമുറയിലൊക്കെ മറക്കാനാവാത്ത അനുഭൂതികൾ നൽകിയ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുക. മുസക്കായിട്ട് വരും മുസക്കായിട്ട് മൂസക്കാട് മോൻ നസീർക്കായിട്ട് നല്ല മുസക്കായിട്ട് പരിപാടിയിലൊന്നും പങ്കെടുക്കാനുള്ളൊരു പരിപാടി കണ്ടിട്ടുണ്ട്. പക്ഷേ പരിപാടിയിൽ ഇഷ്ടമാണ്. ഇപ്പോ പിന്നെ ഇവിടെ ഇപ്പം ഇത് +2 കഴിഞ്ഞ ആളാണോ? +2 കഴിഞ്ഞ് ഇപ്പൊ കോളേജ് ഫസ്റ്റ് ഇയർ. എന്തിനാ ഇപ്പൊ ചേർന്നിരിക്കണേ? ബികോമില് കോളേജില് എറണാകുളം അല്ലേ? എറണാകുളത്ത് പോയപ്പോ എന്താ തോന്നുന്നത്? ഇവിടെ വിട്ടിട്ട് കുറച്ചുകൂടെ റൊമാൻറ്റിക് ആണ്. അയ്യോ അങ്ങനെ കുറച്ചുകൂടെ സ്മാർട്ടായ ഒരു നഗരിയാണ്. പാട്ടിനാണെങ്കിലും തന്നെ റെക്കോർഡിംഗ് കലാകാരന്മാർക്ക് ഒരുപാട് റെക്കോർഡിംഗ് സ്റ്റുഡിയോകൾ ഉള്ള ഒരുപാട് കലാകാരന്മാരുള്ള ഒരുപാട് പിന്നെ സിനിമാക്കാരുള്ള കൊറേ പേര് കണ്ടു അവിടെ പോയിട്ട്. പുറത്തിറങ്ങിയാൽ തന്നെ കൊറേ ഫേമസ് സോഷ്യൽ മീഡിയയിലുള്ളവരും കൊറേ പേരുണ്ട് അവിടെ. നമ്മളെ ഇപ്പോ പിന്നെ പറഞ്ഞില്ലേ ബാബുരാജ്, നമുക്കൊന്നും മറക്കാനാവാത്ത ചില ഓർമ്മകൾ. ബാബുഖാന്റെ ഏതെങ്കിലും ഒരു പാട്ട് അറിയോ? ചെറുപ്പത്തിൽ നമ്മൾ ഏതെങ്കിലും അത് നമ്മളൊന്ന് കാവയുടെ ക്യാമ്പിൽ ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണുവാരി കളിച്ചപ്പോൾ അന്നു തമ്മിൽ പറഞ്ഞതും മറന്നു പോയോ? ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണുവാരി കളിച്ചപ്പോൾ അന്നു തമ്മിൽ പറഞ്ഞതും മറന്നു പോയോ? ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും. പാട്ടല്ലാതെ വായന, കവിത, അങ്ങനത്തെ എന്തെങ്കിലും കുറിപ്പുകൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും? വായന ചെറുപ്പം മുതലേ ഒരു. കവിത കേൾക്കാറുണ്ടോ? കവിത കേൾക്കും, അങ്ങനെ പാടാറില്ല. കേൾക്കാറുണ്ട്. ആദ്യമൊക്കെ ഒരു പിന്നെ ഒരു ഡ്രീംസ് ഉണ്ടാവില്ലേ? ഒരു സ്വപ്നം, ഒരു നമ്മളെല്ലാം അങ്ങനെ സ്വപ്നം കാണുക അല്ലേ? സ്വപ്നം കണ്ടാൽ പ്രാക്ടിക്കൽ ആവുക, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അല്ലേ? ഒരു പാട്ടുകാരി ആവണം നല്ല അല്ലേ? സിനിമയിൽ പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്, സിനിമയിൽ പാടണം അല്ലേ? അതുപോലെ ഒരു വലിയ ഡ്രീമാണ് ദുബായില് ഗ്ലോബൽ വില്ലേജിൽ പോണം. നല്ല പാട്ടും കൂടെ ഒന്ന് പാടിക്കോ. ഹരബ് കദീരടിമത സാഹമൃതരരി കരുമാക, ഹരബ് കദീരടിമത സാഹമൃതരരി കരുമാക, ശിരന്ത് പുർപ്പത് ഹണിയണിക്കുത മൂടൽ പിടി ഒരു കടകമിലടി പെടബെറയലും ബിർച്ചത്തുക്ക് ഉകമിവർ ഹരരോട് പരിനട കിടകിട ചെടിച്ചെടുടാടിടങ്ക ടങ്കിട്ടക്കിന ടക്കിട്ട ഡക്കിന കൃതി ജനപൂർണ ഹജരടി രുചി രജപൊടിപ്പടി ദഹരിയ കൂടാക്കളും തിക്കിട്ട ചുണ്ടിലെ കുഫിരണി ബരി ഭരി നിര നിര ദുരകളും തിക്കിട്ട ചുണ്ടിലെ കുഫിരണി ബരി ഭരി നിര നിര ദുരകളും മീതാരവും തച്ചിട്ടലരവെ കാമാനരു പിറ നട നീതാരവും തച്ചിട്ടലരവെ കാമാനരു പിറ പരപുരമാലെ തുരങ്കത്തെ ചുറ്റിത്തു വധിജികമാലേ വധിജികമാലേ വധിജികമാലേ. പാട്ടിന്റെ ഓർമ്മകളൊക്കെ നിലനിൽക്കുന്ന ഉമ്മാന്റെ തറവാട്ടിൽ പോവാറുണ്ടോ പാലക്കാട്? പിന്നെ പോവാറുണ്ട്. യാസീൻ ഒക്കെ ഇപ്പൊ അവിടെ ഉണ്ട്. യാസീൻ കാക്ക, നദീർ കാക്ക, ഉമ്മക്ക് 5 ആങ്ങളമാരാണ്. 5 ആൾക്കാർ. ഉപ്പാന്റെ വീട്ടിൽ ഇസ്മായിൽ ഖാന്റെ വീട്ടിൽ സപ്പോർട്ട് ഉണ്ട്. അവര് പാടുന്നവര് എതിർപ്പൊന്നുമില്ല. അവർക്ക് നല്ല സപ്പോർട്ടാണ്. ഉപ്പ എല്ലാ ഷോനും ഉപ്പ ഉണ്ടാവില്ല കൂടെ? പിന്നെ ഉമ്മ ഉണ്ടാവും. ഉമ്മ പട്ടുറുമാലിൽ ഏതോ എപ്പിസോഡ് ഞാൻ കണ്ടല്ലോ ഉമ്മ അഭിനയിച്ചേ. ഉമ്മയും ഉപ്പയും കല്യാണം കഴിപ്പിച്ചതാ. ഉമ്മയിപ്പ വീണ്ടും കല്യാണം കഴിച്ചു. ഒരു കല്യാണ പാട്ടായിരുന്നു. അപ്പൊ ഞാനൊരു സ്കിറ്റ് പ്ലാൻ ചെയ്തു. കല്യാണപ്പാട്ട് ഓർമ്മ? ആ പാട്ട് ഓർമ്മ ഉണ്ടാ? അത് നവരത്ന പുതുനാരി എന്ന് പറഞ്ഞൊരു പാട്ടായിരുന്നു. പാടാൻ അറിയോ? നവരത്ന പുതുനാരി ചമഞ്ഞിടുന്നേ, നാരി മനശിരകൾ മുയക്കിടുന്നേ, നവരത്ന പുതുനാരി ചമഞ്ഞിടുന്നേ, നാരി മനശിരകൾ മുഴക്കിടുന്നേ, തോഴികളെ വരിയായി നിർത്തി ഓരോ പഴവും ഓരോ കത്തി. അങ്ങനെ ഒരു പാട്ട്. കല്യാണ പാട്ടുകളിലൂടെ അല്ലേ? പീർക്കാന്റെ ഏതെങ്കിലും പാട്ട് അറിയോ? പീർക്ക നമുക്ക് മറക്കാനാവാത്ത മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോ നമുക്ക് പീർക്കാന മറക്കാം. ഏതെങ്കിലും പാട്ട് അറിയോ? പാടിയൊന്ന്. ചെമ്പകപ്പൂ തേനിതളധരം ചന്ദിര സുന്ദര പൂമുഖമതൃപ്പം ഗസലുകൾ തൻ പൊന്നു ഞാലയിൽ ആടുന്നു സുലേഖ ബീവി, മുഞ്ചായ മുഞ്ചുകൾ കക്കിലും കഞ്ചകമേറിയ
യൂസഫ് നബിയെ ചെഞ്ചല പൂമിഴി വണ്ടി നോണ്ടിക്കൊണ്ട് സുലൈഖ വലയെറിഞ്ഞേ. മൂസക്കയാണ് ഇത് പാടിയിട്ടുള്ളത്. മൂസക്കയാണ് ആദ്യം പാടിയത്. രണ്ടുപേരും പാടിയിട്ടുണ്ട്. കുറെ ആള് പാടിയിട്ടുണ്ട് ഈ പാട്ട്. ഇപ്പം നമ്മളെ കൊല്ലം ഷാഫി ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇല്ലേ പുതിയ, അവരൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാറുണ്ടോ? പാട്ടുകൾ കേൾക്കാറുണ്ടോ? എല്ലാവരുടെയും ഓരോ പാട്ട് രീതി ഓരോരുത്തരുടെയും വ്യത്യാസമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി കാണാറുണ്ട്. വേടന്റെ ഒക്കെ വരവിനൊക്കെ എങ്ങനെയാ കാണുന്ന ഫാദിയനെ പോലത്തെ സിംഗേഴ്സ്? വേടന്റെ വരവ് അല്ല, പാട്ട് അങ്ങനെയല്ല, പാട്ട് മോശമാണോ അത് ഓരോരുത്തർ ഇതാണ്. പക്ഷെ ആ ഒരു ട്രെൻഡിന് ട്രഡീഷണൽ സ്വഭാവം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? അതിപ്പോ ഇല്ല, അങ്ങനെ അതിപ്പോ വേറെ ഓണർ ആ ഒരു രീതിയിൽ കണ്ടാല് വലിയ. അതെ അതെ, ഓരോ കാലത്തിനനുസരിച്ച് ഓരോരുത്തർ അങ്ങനെ പോകുന്നു. കുറെ പേരുണ്ടല്ലോ ട്രഡീഷണൽ. അതെ അതെ, പ്രണയഗാനങ്ങളോട് ഇഷ്ടമാണ്. പ്രണയഗാനം ഹിന്ദി ഒക്കെ പാടാറുണ്ട്. ഹിന്ദി പാടുവോ? ഹിന്ദി പാടാം. അഭി മുझमे കഹി ഭാഗ്യ തോടി സി ഹൈ ജിന്ദഗി जगी धड़कन नई जाना जिंदा हूँ मैं तो अभी कुछ ऐसी लगन इस लम्हे में है ये लम्हा कहाँ था मेरा अब है सामने इसे छू लो जरा मर जाओ या जी लो जरा खुशियाँ चूम लो यारो रो जरा मर जाओ या जी लो जरा. ആരാ പാടിയെന്ന് അറിയോ ഇത്? ഇത് അർജിത് സിംഗ് ആണെന്ന് തോന്നുന്നു. ഗസലൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഗസൽ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. അധികം പാടൽ കുറവാണ്. പാട്ടുകാര് സിനിമയിലൊക്കെ പാടണമെന്ന് ആഗ്രഹമുള്ളല്ലോ, അപ്പൊ ഗസൽസ് ഒക്കെ കേൾക്കണം. ഗസലൊക്കെ കേട്ടു പോണം, എല്ലാ പാട്ടുകളും കേട്ടു പോണം. മൂസക്കാന്റെ ഏതെങ്കിലും പാട്ട് അറിയോ? മൂസക്കാന്റെ അറിയുന്നത് മതി. അറിയുന്ന ഏതെങ്കിലും പല്ലവി. മൂസക്കാന്റെ തറവാട്ടിന്റെ മുറ്റത്ത് നമ്മൾ വന്നിട്ട് മൂസക്കാന്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാ മൂസക്ക. ഞാൻ പട്ടുമാല് തുടങ്ങുന്ന സമയത്ത് ആദ്യം പോയത് മൂസക്കാന്റെ അടുത്താണ്. മൂസക്കാന്റെ ഏതെങ്കിലും പാട്ടിന്റെ പല്ലവി എന്ന് പാടും. ആരംഭം തുളുമ്പും ചെങ്കാതിർ മുഖം മാറും കണ്ട് നേരം പോക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വീരഞ്ഞാതിലൂറും തേനൊന്ന് കുടിച്ചിടുവാനേ. ആരംഭം തുളുമ്പും ചെങ്കാതിർ മുഖം മാറും കണ്ട് നേരം പോക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വീരഞ്ഞാതിലൂറും തേനൊന്ന് കുടിച്ചിടുവാനേ. ഇപ്പൊ നമ്മളൊരു ട്രെൻഡിങ് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റ ഒക്കെ യൂത്തില് ഒരു ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു സാധനം നേരത്തെ ഫാദിയ പറഞ്ഞിരുന്നു എന്നോട്, ചന്ദ്രചൂഡ്. അതൊന്ന് പാടിയാ? സുന്ദരതര പിനാഗര ഹര സുന്ദരതര പിനാഗര ഹര ഗംഗാധര ഗജ ചർമാംബരധര ഗംഗാധര ഗജ ചർമാംബരധര ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനക്ക് നമോ നമോ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനക്ക് നമോ നമോ. നന്നായി വരട്ടെ ഫാദിയ. നല്ല സെക്കുലറായ ഒരു ഗായികയായിട്ട്. സെക്കുലറാണ്, പക്ഷെ തമ്മിലടിച്ചു പോകുന്ന മതങ്ങളുടെ പ്രശ്നങ്ങളും ജാതിയും ഉപജാതിയും അപരവിദ്വേഷമൊക്കെ പറയുന്ന പുതിയ ഒരു വല്ലാത്തൊരു കാലത്ത് മനുഷ്യൻ്റെ സ്നേഹഗാഥകൾ പാടാനും മലയാള സിനിമയിലെ ഏതെങ്കിലും ഡയറക്ടർ ഒരു നല്ല പാട്ട് പാടാൻ പൊന്നാവും. എന്തായാലും അങ്ങനെ ഒരു മലയാള സിനിമക്ക് നല്ല ഉജ്ജ്വലയായ ഒരു ഗായികയെ, പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടിയെ ലഭിക്കട്ടെ. സ്വഭാവത്തോടൊപ്പം എല്ലാ നന്മകളും നിലനിർത്തുക. ഓക്കെ, താങ്ക് യു. Chapter 4. A chapter with endless stories.